അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ മൈക്ക് പോയതാണെന്നാ തോന്നുന്നത്, ഞാൻ ചോദിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദ്, എനിക്ക് ഇന്നലത്തെ പാഠത്തിലുള്ളൊരു സംശയമാണ്. വലൗകാന ഇമാമുൽ ഖലീലി ഔലാ ബിൽ ഇമാമത്തി ലിനഹ്വി ഇൽമിൻ കാനൽ ഹുളൂറു ഇൻദഹു ഔലാ. അപ്പൊ ഞാനത് വെച്ച് ചോദിക്കുന്നു, എനിക്ക് ചീത്ത കിട്ടുമെന്ന് അറിയില്ല, ഞാൻ ചോദിക്കാതായാലും. ഇപ്പൊ എനിക്ക് പള്ളിയൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. എന്റെ വീട്ടില് ഉസ്താദിനെ പോലത്തെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യമായ പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു സയ്യിദോ വന്നിട്ടുണ്ട്. പള്ളിയിൽ വലിയ ജമാഅത്തും കൂടിയാണ്. പക്ഷെ പള്ളിയിലുള്ള ഇമാമ് എന്റെ വീട്ടിലേക്ക് വന്ന ഒരു ഇമാമിന്റെ എത്രയോ ഒരു സയ്യിദിന്റെ എത്രയോ വിവരമുള്ള ഒരാള് അല്ല എങ്കിൽ എനിക്ക് ആ വീട്ടിൽ വെച്ച് ഇപ്പൊ സാധാരണ അങ്ങനെ സംഭവിക്കാലോ, ആ ഉസ്താദും ഞാനും പള്ളിയിൽ പോകാതെ വലിയ ജമാഅത്തിന് പങ്കെടുക്കാതെ ഇൽമിന്റെ മഹത്വം നോക്കി എന്റെ വീട്ടിൽ വെച്ച് നാം രണ്ടുപേരും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള ആൾക്കാർ നിസ്കരിച്ചാൽ പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അപ്പോ സുഹരി പറഞ്ഞതേ, പള്ളിയിലുള്ള ജമാഅത്തും പള്ളി അല്ലാത്തോടത്തുള്ള ജമാഅത്തും തമ്മിൽ നേർക്ക് നേരെ കമ്പയർ ചെയ്യാൻ പറ്റൂല. മറിച്ച് അത് തഫ്സീലായി തന്നെ ഹാഷ്യക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പള്ളി, ഒരു പള്ളിയിലുള്ള ജമാഅത്ത് കുറച്ചാളേ ഉള്ളൂ, മറ്റേ പള്ളിയിലുള്ള ജമാഅത്ത് കൂടുതൽ ആളുണ്ട്, രണ്ടും പള്ളിയാണ്. അപ്പൊ അവിടെ കുറച്ചാളുള്ള പള്ളിയിലുള്ള ഇമാമാണ് ഇൽമു പോലത്തെ ഫളീലത്ത് കൊണ്ട് മുമ്പൻ. മറ്റേ ആള് ഇമാമത്ത് നിൽക്കാൻ അഹ്ലി തന്നെയാണ്, പക്ഷേ ഈ കുറച്ചാളുള്ള പള്ളിയിലുള്ള ഇമാമിന്റെ അത്ര തന്നെ ഫളീലത്തുള്ള ആളല്ല. എന്നാൽ അവിടെ കുറഞ്ഞ ആളുള്ള പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കലാണ് അധിക ആളുള്ള പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെക്കാട്ടിലും ഹൈർ. അതേ സ്ഥാനത്ത് പള്ളിയല്ലാത്ത സ്ഥലത്ത് ഒരു സ്ഥലത്ത് കുറെ ആള് പങ്കെടുക്കുന്ന ഒരു ജമാഅത്തുണ്ട്, വേറൊരു സ്ഥലത്ത് കുറച്ചാള് പങ്കെടുക്കുന്ന ജമാഅത്തുണ്ട്. രണ്ട് ഇമാമിയങ്ങളും ഇമാമിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ കുറഞ്ഞ ആളുള്ള സ്ഥലത്തെ ഇമാമ് ഇൽമു കൊണ്ടോ തഖ്വ കൊണ്ടോ ഇഹ്തിയാത്ത് കൊണ്ടോ ഒക്കെ കൂടുതൽ അഹ്ലിയത്തുള്ള ആളാണ്. മറ്റേ ഇമാമിക്കാൻ അർഹൻ തന്നെയാണ്, പക്ഷെ ഇത്ര ഫളീലത്തുള്ള ആളല്ല. എങ്കിൽ അവിടെ കുറഞ്ഞ ജമാഅത്താണ് നല്ലത്. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കുക, രണ്ട് പള്ളികൾ തമ്മിലാവുമ്പോഴാണ് അധികരിച്ച ജമാഅത്തിനേക്കാൾ കുറഞ്ഞ ജമാഅത്താണ് ഇമാമിന്റെ മഹത്വത്തിനനുസരിച്ച് മുൻഗണന കൊടുക്കേണ്ടത്. മറിച്ച് രണ്ടാമത്തോടത്ത് വലിയ ജമാഅത്തും പള്ളിയിലല്ല, ചെറിയ ജമാഅത്തും പള്ളിയിലല്ല എങ്കിൽ വലിയ ജമാഅത്തിന്റെ ഇമാമിനേക്കാൾ ഇമാമത്തിന് അർഹത ചെറിയ ജമാഅത്തിന്റെ ഇമാമിനാണെങ്കിൽ അവിടെ ചെറിയ ജമാഅത്തിൽ പങ്കെടുക്കലാണ് അഫ്ളൽ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം അതനുസരിച്ച് ശരിയാകുന്നില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം പള്ളിയിലുള്ള ഇമാമിക്കാൻ പറ്റുന്ന ഷർത്തത്തെ ആൾ തന്നെയാണ്, പക്ഷേ തന്റെ വീട്ടിൽ ഒരു തങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു സയ്യിദ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഉണ്ട്. അയാൾ വളരെ സൂക്ഷ്മതയും ഇഹ്തിയാത്തും ഒക്കെയുള്ള വലിയൊരു ആലിമാണ്. അദ്ദേഹത്തെ തുടർന്ന് വീട്ടിൽ നിസ്കരിക്കലാണോ അല്ല ജമാഅത്ത് തുടരുന്നതിന് കറാഹത്തൊന്നും ഇല്ലാത്ത പള്ളിയിലുള്ള വലിയ ജമാഅത്തിൽ തുടരലാണോ എന്ന് ചോദിച്ചാൽ അവിടെ പള്ളി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താ, ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റൂല. പള്ളിയും പള്ളി അല്ലാത്തതും താരതമ്യം ചെയ്യാൻ പറ്റൂല. രണ്ട് പള്ളിയിലെ ജമാഅത്ത് ഒന്ന് വലുതും ഒന്ന് ചെറുതും, പള്ളി അല്ലാത്ത രണ്ട് ജമാഅത്ത് ഒന്ന് വലുതും ഒന്ന് ചെറുതും. അവിടെയാണ് ഇമാമത്തിന് കൂടുതൽ അഹ്ലിയത്തുള്ള ആള് ഉള്ള ജമാഅത്ത് കുറഞ്ഞതാണെങ്കിലും അതാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിപ്പോ ഇനി എന്താ കാട്ടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ മൗസ് ഇങ്ങനെ ഇളക്കിയാൽ ലൈറ്റ് കത്തുന്നുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കത്താത്തത് കൊണ്ട് തന്നെ അതിന് വർക്ക് ചെയ്യുന്നുമില്ല. അപ്പൊ പിന്നെ മറ്റേമേൽ നക്കിയാല് എനിക്കൊരു വേണ്ടത്ര ആവൂല, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. അസ്സലാമു അലൈക്കും. നേരത്തെ ഹദീസിൽ പറഞ്ഞ ഫളീലത്തു തഹറൂമിന്റെ 40 ദിവസത്തെ കൂലി അത് ഇമാമിന് കിട്ടുമോ കിട്ടൂല എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദ് വാർക്കണമെന്ന് വസിയത്ത് ചെയ്ത് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അങ്ങനെ വ്യക്തമായി കണ്ടിട്ടില്ല.
കിട്ടേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കിട്ടേണ്ടതാണ്. ഇമാമിനോട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഇമാമിന്റെ കൂടെ ഹാജരാവുകയും ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയും ചെയ്താൽ ഫളീലത്തു തഹറം കിട്ടും എന്ന് പറയുന്നത് നേർക്ക് നേരെ മനസ്സിലാവുന്നത് മൗമൂമിനുള്ളതാണ്. ഇമാമിന് കിട്ടേണ്ടതാണ് എന്നല്ലാതെ ഇമാമിന് കിട്ടുമോ എന്ന് നേരിൽ ഞാൻ ഇമാമിങ്ങൾ പറഞ്ഞത് എന്റെ കാഴ്ചയിൽപ്പെട്ടിട്ടില്ല. കാഴ്ചയിൽപ്പെടാത്തത് കൊണ്ട് തന്നെ തീർത്ത് പറയാൻ സാധ്യമല്ല. കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇമാമിനെ അല്ലെങ്കിൽ ഇമാമത്ത് എന്ന് പറയുന്ന വേറൊരു ഫളീലത്തുണ്ടല്ലോ. അതെ, ലാപ്ടോപ്പാണ്. എന്താ ഇപ്പൊ ഇതിന്റെ റീഫിക്സ് പറഞ്ഞാൽ ഞാനിപ്പോ ഊരി രണ്ടാമത് കുറിച്ചൊക്കെ നോക്കി, ഇളക്കിയാൽ ഇങ്ങനെ കത്തുണ്ട്, ഇളക്കി പറഞ്ഞാല് കത്തണില്ല. അപ്പൊ അതുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ എന്താക്കാൻ പറ്റുള്ളൂ, എടുക്കാനും ഒഴിവാക്കാനും ഒക്കെ പറ്റുള്ളൂ. മറ്റേ ചിലപ്പോ കിട്ടിയെന്ന് ചിലപ്പോ കിട്ടൂലെന്ന് വരും. അതാണ് ഇപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു ഗുണക്കട. എന്തോ പ്രശ്നമാണ്, എന്താണെന്ന് മനസ്സിലായില്ല. അത് നോക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നത്തെ വിഷയത്തില്ല, കഴിഞ്ഞ ദിവസത്തെ ഒരു വിഷയത്തിന്. ഇപ്പോ ഈ വിത്ർ നിസ്കാരം ഒരു റക്അത്തായിട്ട് ഒരാൾ ഉറങ്ങിയതിന് ശേഷം അത് മാത്രമാണ് നിസ്കരിക്കണമെങ്കിൽ അവിടെ തഹജ്ജുദിന്റെ കൂലി അതുകൊണ്ട് കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഇവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു ഈ വിത്ർ നിസ്കാരം എന്നുള്ളത് ഒറ്റ റക്അത്തായി ഇശാന്റെ സുന്നത്തിന്റെ കൂടെ ഒക്കെ നിസ്കരിക്കുക എന്നല്ലാതെ ഒരു റക്അത്ത് മാത്രമായി സ്വന്തമായി നിസ്കരിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ടുകൊണ്ട്, അതായത് 3 റക്അത്ത് നിസ്കരിക്കണം ഒന്നിരിക്കുക, അല്ലെങ്കിൽ ഇശാന്റെ സുന്നത്തിന്റെ കൂടെ ഒരു റക്അത്തും കൂടി നിസ്കരിക്കണം. അങ്ങനെ ആവുമ്പോൾ തഹജ്ജുദിന്റെ കൂലി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അതിന് കിട്ടുകയുള്ളൂ എന്നും, അതുപോലെ തന്നെ ഉസ്താദ് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ ഉറപ്പ് വരാൻ എനിക്ക് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ മുത്തലഖ് സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞത് ഓർക്കുന്നു. നമ്മളിവിടെ വേറുള്ളൊരു ഒരു മൂല്യരോട് അന്വേഷിച്ച് നോക്കുമ്പോൾ അയാള് ഒരു റക്അത്ത് കൊണ്ട് മുത്തലഖ് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി കിട്ടൂല, 2 റക്അത്ത് ചുരുങ്ങിയത് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. കിതാബ് ഓതിയ ഓർമ്മയില്ലാത്തന്നെ പോലത്തെ സാധുക്കൾ ആരെങ്കിലും പറയണത് കേട്ടിട്ട് നിങ്ങൾ ആരും കുടുങ്ങണ്ട. മൂല്യാരാന്ന് പറഞ്ഞപ്പോ ഞാനും മൂല്യാർ തന്നെയാണല്ലോ. അതുപോലെ എത്ര സാധുക്കൾ മൂല്യന്മാരുണ്ട്. ഫത്വൽ മൊയിലിൽ ഇപ്പൊ കുറച്ച് ദിവസം 2-3 ദിവസമായിട്ടുള്ളൂ ആ ഭാഗം ഓതിപ്പോയല്ലോ. മുത്തലഖ് സുന്നത്ത് ഒരു റക്അത്തായാലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരു റക്അത്താണെങ്കിലും കറാഹത്ത് കൂടിയില്ല, സഹീഹാകും, ഒരു റക്അത്ത് നിസ്കരിക്കാം എന്ന് ഫത്ഹുൽ മുഈനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഫത്ഹുൽ മുഈൻ ഓതിയാ മതി. ഇപ്പൊ നമ്മൾ ഓതുന്ന ബാബിൽ തന്നെ തൊട്ട് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ ബാബിൽ ഒന്ന് ഫത്ഹുൽ മുഈൻ എടുത്ത് നോക്കിക്കാലിങ്ങള്. എന്നാല് ഞാൻ പറഞ്ഞവും കേൾക്കണ്ട, വേറെയുള്ള ഉസ്താദന്മാര് പറഞ്ഞവും കേൾക്കണ്ട, ഞങ്ങളൊക്കെ പറയണത് ഓർമ്മയെന്ന് എടുത്ത് പറയാം. ചിലപ്പോ പേച്ച് എന്നൊക്കെ വരും. അതേ സമയത്ത് കിതാബ് പറഞ്ഞത് പേക്കൂലല്ലോ. ഫത്ഹുൽ മുഈനിൽ സുന്നത്ത് നിസ്കാരത്തിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്, മുത്ലഖ് സുന്നത്ത് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ സഹീഹാകും, രാത്രിയാണെങ്കിലും പറ്റും പകലാണെങ്കിലും പറ്റും, ഒറ്റ ഒരു റക്അത്ത് മുത്ലഖ് സുന്നത്ത് നിസ്കരിച്ചാലും പറ്റും. ഇനി വിത്റാണെങ്കിൽ ഹദീസിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കണം എന്ന്. അപ്പൊ ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചാല് അതിന്റെ കൂടെ ഇശാന്റെ സുന്നത്ത് കൂടി നിസ്കരിച്ചാലേ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് വരെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വിവരമില്ലാഞ്ഞിട്ട് പറയല്ല, അല്ലെങ്കിൽ ഓർമ്മയില്ലാഞ്ഞിട്ട് പറയാന്ന് പറയാം. നമ്മൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് തൽക്കാലം ഓർമ്മയില്ലാതെ സംഭവിച്ചതായിരിക്കാം. നമ്മൾ ആരെയും കുറ്റം പറയണ്ട, മനുഷ്യനല്ലേ. അപ്പൊ നമ്മളിപ്പോ സുന്നത്ത് നിസ്കാരത്തിന്റെ ബാബിൽ നിങ്ങളൊന്ന് ആ ഫത്വൽ മുഈൻ എടുത്ത് നോക്കിയെന്നായി കാണാം. പിന്നെ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ പ്രവേശിച്ചവരെ കാത്തു നിൽക്കൽ സുന്നത്തുണ്ട് എന്നറിഞ്ഞല്ലോ. ഇവിടെ ഈ തുടരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേക ഒരു ഇഷാറത്ത് ചെയ്യലെന്തെങ്കിലും വല്ലതും ഉണ്ടോ? ഈ സാധാരണക്കാണ് ഇങ്ങനെ ജമാഅത്തിൽ ഇമാം സലാം വീട്ടി പോകുമെന്ന് കണ്ടാൽ ഈ തൊണ്ട അനക്കല് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ എന്നറിയാനാണ്. സാധാരണ അങ്ങനെ നടക്കുന്നത് കാണാം. ഈ തൊണ്ട അനക്കലും മറ്റതൊക്കെ എന്നറിഞ്ഞാൽ കൊള്ളാം. മൈക്ക് വിട്ടു.
എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയില്ല. അതായത് ഇമാമ് ഈ പ്രവേശിച്ച വ്യക്തി ജമാഅത്തിൽ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലേ ഇന്തിറാർ സുന്നത്തുള്ളൂ. ആ മനസ്സിലാക്കാൻ നിങ്ങൾ തൊണ്ടനക്കൽ സഹായകമാണെങ്കിൽ ഓക്കെയാണ്, തൊണ്ടനക്ക. കാരണം ഇയാൾ കാത്തിരിക്കൽ സുന്നത്താവണമെങ്കിൽ അപ്പോഴേ ഉള്ളൂ. അപ്പോ ഇമാമ് ഈ വ്യക്തി, ഈ മഅ്മൂം തുടരാൻ വരുന്ന വ്യക്തി പള്ളിന്റെ അകത്ത് പ്രവേശിച്ചിരിക്കണം. അയാള് താമസിയാതെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നും താമസിപ്പിക്കുന്ന ആളല്ല എന്നും മനസ്സിലായെങ്കിലേ സുന്നത്തുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ ജമാഅത്തിൽ തുടരാൻ ഉദ്ദേശിച്ച് പ്രവേശിക്കാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടനക്ക് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതന്നെ. ഇയാൾക്ക് മനസ്സിലായെങ്കിലേ എന്താ സുന്നത്തുണ്ടാവുള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞത് മനസ്സിലായി. പിന്നെ അപ്പോ ഞാൻ ആ ചോദ്യത്തിൽ ഉദ്ധരിച്ച വേറൊരു ഭാഗം ഉസ്താദ് മറന്നതായിരിക്കും തോന്നുന്നു. അതായത് ഒരു റക്കായത്ത് മാത്രം ഉറങ്ങിയതിന് ശേഷം വിത്റായിട്ട് ഒരു റക്കായത്ത് മാത്രം നിസ്കരിച്ചാൽ തഹജ്ജുദിന്റെ കൂലി കിട്ടുന്നതന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. കിട്ടും തന്നെയാണേ, അത് വിശദീകരിക്കാനത്തില്ല. തഹജ്ജുദ് എന്നത് മുത്തലഖ് സുന്നത്താണ്. അതിന് വഖത്തുണ്ടെങ്കിൽ പോലും മുത്തലഖ് സുന്നത്താണ്. മുത്തലഖ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര റക്അത്തെ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നുമില്ല, ഇത്ര റക്അത്ത് നിസ്കരിക്കണം എന്ന് ഷർത്തുമില്ല. ആ നിലക്ക് മുത്തലഖാണ്. ഒരാൾ 100 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതും തഹജ്ജുദാവും, വെറും ഒറ്റ റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതും തഹജ്ജുദാവും. ഇത്ര റക്അത്ത് നിസ്കരിക്കണം എന്നോ ഇത്ര റക്അത്തെ നിസ്കരിച്ചുകൂടൂ എന്നോ ഇല്ലാത്ത നിലക്കുള്ള മുത്തലഖ് സുന്നത്താണ് തഹജ്ജുദ്. അപ്പോ ഒറ്റ റക്അത്ത് നിസ്കരിച്ചാലും അസ്ർ തഹജ്ജുദിന്റെ കൂലി കിട്ടും. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയൊക്കെ ഖൗല് പരിഗണിച്ചുകൊണ്ട് 2 റക്അത്തെങ്കിലും നിസ്കരിക്കൽ നല്ലതാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് 1 റക്അത്ത് നിസ്കരിച്ചാലും സുന്നത്താവും, അതുകൊണ്ട് തന്നെ തഹജ്ജുദും കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ ചോദിക്കാനൊന്നല്ല, നാളെ നാട്ടു പോവാണ്. അപ്പൊ പ്രത്യേകിച്ച് ദ്വാരക്കണം എല്ലാരും. അപ്പൊ അത് അതിനു വേണ്ടി ഞാൻ വൈക്കെടുത്തതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയത്തിൽപ്പെട്ടതല്ല, വേറെ ചോദ്യാർത്ഥില്ലാത്തത് കൊണ്ടാണ്. ഈ തൗബ സൂറത്തില് ബിസ്മി ഓതാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. മൈക്ക് ചെറിയപ്പോ കിട്ടാനേ നല്ല പണിയാണ്. ആളുകൾ കുറവാണെങ്കിൽ ഞാൻ ഇപ്പൊ നിർത്തും. യുഎഇയിൽ നിസ്കരിക്കുന്ന ടൈമേക്കാരം, ബാക്കിയുള്ളവർക്ക് വിഷയത്തിൽ നിന്ന് ചോദിക്കണം എന്ന് അറിഞ്ഞുകൊണ്ടേക്കാരം ആൾക്കാർക്കാണ് വരാൻ താമസം. വിഷയം തന്നെ ആവണമെന്നല്ല, വിഷയത്തിന് മുൻഗണന കൊടുക്കണം. മറ്റൊരു അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചുകൂടായി ഒന്നുമില്ല. മനസ്സിലായില്ലേ? ചോദ്യകർത്താക്കൾ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പെട്ടെന്ന് ദുആ ചെയ്ത് മതിയാക്കും. തൗബ സൂറത്തിൽ ബിസ്മി ഓതാതിരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി ഓതിയിട്ടില്ല. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ഓതാഞ്ഞ്? ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തിട്ടില്ല. അതന്നെയാണ് ഇതിന്റെ കാരണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സൂറത്തും പുതിയതായി തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതാൻ വേണ്ടി സ്വഹാബാക്കളോട് നിർദ്ദേശിക്കും. അങ്ങനെ സ്വഹാബകൾ ബിസ്മി എഴുതും. തൗബ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വഹാബത്ത് അത് എഴുതിയിട്ടില്ല. അത് തന്നെയാണ് അതിന്റെ കാരണം. പിന്നെ അതിന്റെ യുക്തി ചിലപ്പോ പറയുന്ന അതിന്റെ തുടക്കത്തിൽ മുസ്ലിം രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിച്ച ശത്രുക്കൾക്കെതിരെയുള്ള പടപ്രഖ്യാപനമാണ്. അതുകൊണ്ട് ബിസ്മിയുടെ റഹ്മത്തിന്റെ കലിമത്ത് അവിടെ ചേർച്ചില്ല. അതൊക്കെ അതിന്റെ ന്യായങ്ങളാ. തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതാൻ സഹാബത്തിനോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെഴുതിയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലായി തൗബ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ല എന്ന്. അതാണ് അതിന്റെ ശരിയായ തെളിവ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദേ, വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല.
ഒരു ചെറിയൊരു ചർച്ചയിൽ നിന്നും വന്ന ഒരു ചോദ്യമാണ്, ഒരു സംശയപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഉസ്താദ്. നമ്മൾ മഹർ കൊടുക്കുന്ന വസ്തു എന്താ, സാധാരണ സ്വർണം നമ്മുടെ നാട്ടിൽ പതിവാണ്. ഒരു മഹർ കൊടുക്കൽ സ്വർണത്തിന്റെ ചെയിനൊക്കെ പതിവാണ്. അങ്ങനെ ഒരു 3 പവന്റെ സ്വർണം നമ്മൾ എടുക്കുന്ന സമയത്ത് അതോടുകൂടെ തന്നെ അതിന്റെ ലോക്കറ്റും ഉണ്ടാവും. പുറമെ എടുക്കുകയാണെങ്കിൽ ഒരു 5 ഗ്രാമിന്റെ ഒക്കെ ലോക്കറ്റും വാങ്ങിയിട്ട് കഴിഞ്ഞാല് പിന്നെ ആ പേര് അതിമേല് മൈക്ക് പോയോ, അതിമേല് പേര് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുമ്പോ ആദ്യം തൂക്കിയ സ്വർണത്തിൽ നിന്നും ചുരണ്ടിയിട്ടാണ് അതിൽ പേരെഴുതല്. പക്ഷെ മഹർ പറയുന്ന സമയത്ത് ഇതും കൂട്ടി പറയുന്ന സമയത്ത് ആ കളഞ്ഞ സ്വർണത്തിന്റെ ആ തൂക്കവും കൂടെ പറയുന്ന ഒരു സംഭവം പലപ്പോഴും കാണുന്നു. അതൊരു ചർച്ച വന്ന സമയത്ത് ഇത് നിക്കാഹിന് എങ്ങനെയാണ് ബാധിക്കുക എന്നൊന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു ഉസ്താദെ. ഈ വിഷയം എങ്ങനെയാണ് നിക്കാഹിന് ബാധിക്കുക, നിക്കാഹിന് ഇത് ബുദ്ധിമുട്ടുണ്ടാവുമോ, നിക്കാഹ് ഇനി ബാക്കിയുള്ള സ്വർണം അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വിഷയം കൂടി ഉണ്ട് ഉസ്താദ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മൈക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാമത് കെട്ടാൻ പോണുണ്ടോ? അള്ളാഹു ആയാലോ. ഇനിയിപ്പോ ഒരു മഹറിന്റെ വിഷയമൊക്കെ ചർച്ചയാക്കിയിട്ടേ അടുത്ത നാട്ടുപോക്കിൽ ഒന്നുകൂടിയും കെട്ടാൻ പോകണമെങ്കിൽ ഞാൻ നാട്ടിലുള്ളപ്പാണെങ്കിൽ എനിക്ക് കല്യാണത്തിനോടാ ഇങ്ങനെ ബുദ്ധിയുണ്ട്. കഴിഞ്ഞ കല്യാണത്തിന് കൂടാൻ കൂടിയിട്ടില്ല. ഏതായാലും ആട്ടെ, മഹർ പറഞ്ഞ മഹർ കൊടുക്കണം. അത് മാലമെന്ന് നിങ്ങൾ ഈ പേര് എഴുതുമ്പം ചിരണ്ടി കളഞ്ഞില്ലേ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിക്കാഹിനെ അത് ഒരു നിലക്കും ബാധിക്കുന്നതും അല്ല. ഉദാഹരണം, 3 പവൻ തൂക്കം വരുന്ന ഒരു സ്വർണ്ണാഭരണം എന്നാണ് മഹർ പറഞ്ഞതെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്വർണ്ണാഭരണം തൂക്കി നോക്കുമ്പോൾ കൃത്യമായി 3 പവൻ ഇല്ല, ഏതാനും ഗ്രാം കുറവുണ്ട്. ഏതാനും ഗ്രാം കുറവുണ്ടെങ്കിൽ ആ കുറവുള്ളത് ഒരു പക്ഷേ വേറെ വാങ്ങിക്കൊടുക്കണം, അതല്ലെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം. അത്രയേ ഉള്ളൂ. അത് നിക്കാഹിനെ ഒരു നിലക്കും ബാധിക്കുന്നതല്ല. മഹർ മുഴുവനായി തന്നെ പൊരുത്തപ്പെടാൻ പ്രായപൂർത്തിയും ബുദ്ധിയും സ്വബോധവുമുള്ള ഒരു പെൺകുട്ടിക്ക് അവകാശമുണ്ട്. അപ്പൊ അവള് പറയാണ് ഞാൻ അതുകൊണ്ട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇല്ല, ഞാൻ അത് തയ്ച്ച് വേണമെന്ന് പറയുകയാണെങ്കിൽ ബാക്കി വാങ്ങിക്കൊടുത്താൽ മതി. അതായത് നമ്മളിപ്പോ ഒരാൾക്കൊരു സംഖ്യ കൊടുക്കാൻ, ഉദാഹരണം ഒരു 10,000 ഉറുപ്പ്യ ഒരാൾക്ക് കൊടുക്കാണ്ട് കൂട്ടിക്കോളി. എന്നാൽ 10,000-ന് 9,500 കൊടുത്തുള്ളൂ എന്ന് വെച്ചോ, എന്നാ ഇടപാടിന് എന്ത് കുഴപ്പമുള്ളൂ, ബാക്കി 500 കൂടി കൊടുക്കണം എന്നല്ലാതെ വേറൊരു പ്രശ്നമില്ല. നിക്കാഹിനെ അതൊരു നിലക്കും ബാധിക്കൂല. ബാക്കി 3 പവൻ എന്നാണോ നിങ്ങൾ പറഞ്ഞിരുന്നത് എങ്കിൽ ആ 3 പവൻ ഇപ്പോൾ ഇല്ലെങ്കിൽ പോരാത്തത് കൊടുക്കുക, അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കുക ചെയ്താൽ മതി. അതൊരു ചോദ്യം കൂടി ഉണ്ട് നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തരും, ബന്ധപ്പെട്ട ആളുകൾ പെണ്ണിന്റെ ഉപ്പാടെ അടുത്തും പറഞ്ഞു കൊടുക്കും, ചെറുക്കനും പറഞ്ഞു കൊടുക്കും. പക്ഷെ ഈ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഈ സാക്ഷികളായിട്ട് ഉള്ള ആളുകള് കണ്ടാൽ മതിയോ? അവര് ഈ പറയുന്നതും ചൊല്ലിക്കൊടുക്കുന്ന വാക്കുകള് പൂർണ്ണമായിട്ടും കേൾക്കല് അതിന്റെ വുജൂബാണോ? അത് കേട്ടിട്ടില്ലെങ്കിൽ അത് രണ്ടാമതും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഉസ്താദ് ഒരു വിഷയം. അടുത്തൊരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. ഈ പിതാവിൻ ഈജാബ് ചൊല്ലിക്കൊടുക്കുന്നതും പുതിയാപ്പള കബൂല് പറയുന്നതും ചുരുങ്ങിയത് ഷർത്തൊത്ത 2 സാക്ഷികളെങ്കിലും വ്യക്തമായി കേൾക്കൽ നിക്കാഹ് സഹീഹാകാൻ ഷർത്താണ്.
വ്യക്തമായി രണ്ട് സാക്ഷികൾ കേട്ടിട്ടില്ല എങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്. മനസ്സിലായോ? ഇങ്ങനെ മന്ത്രിച്ചാ പോരാ. അത് ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഇവരോട് ഉറക്കെ പറയണം എന്ന് പറയും. എന്തിനാന്ന് വെച്ചാല് മോല്യാര് പറയണതല്ല കേൾക്കേണ്ടത്. മോല്യാര് കുറച്ച് ചില ആളുകൾ പണ്ടത്തെ ഇതിൽ മുങ്ങുമ്പോൾ ഹുതുബയൊക്കെ ഉറക്കോതും. ഹുതുബ സുന്നത്തേ ഉള്ളൂ. എന്നിട്ട് ചോട്ടിലിങ്ങനെ മന്ത്രിച്ച ആയിക്കൂടെ തന്തയാണെങ്കിൽ തന്തക്ക് എവിടോ ഇല്ലാത്ത ഒരു നാണക്കേട് പച്ചങ്ങോട്ട് ചോട്ടിൽ മന്ത്രിക്കും പോലെ പറയും. പുതിയാപ്പിളവാണെങ്കിൽ പൊതുവെ ചെറുപ്പക്കാരാകുമ്പോൾ കുറച്ചൊരു നാണം ഉണ്ടാവും. അയാളും പതുക്കെ പറയും. പുതിയാപ്പിള പറഞ്ഞത് ശരിക്കും വ്യക്തമായി തന്തയും കേട്ടിട്ടില്ല, ഈ ബാപ്പ പറയുന്നത് പുതിയാപ്പിളയും വ്യക്തമായി കേട്ടിട്ടില്ല, എന്നാലും നിക്കാഹ് ചെയ്യാവൂല. അതുപോലെ തന്നെ ഈ പുതിയാപ്പിള പറഞ്ഞതും ബാപ്പ പറഞ്ഞതും രണ്ട് സാക്ഷികൾ വ്യക്തമായി കേൾക്കാതിരുന്നാലും നിക്കാഹ് ചെയ്യല്ല. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി ഉച്ചരിച്ച് ഈ പുതിയാപ്പിളക്കും രണ്ട് സാക്ഷികൾക്കും കേൾക്കുന്ന നിലക്ക് പിതാവും പറയണം, ഈ പിതാവിനും രണ്ട് സാക്ഷികൾക്കും കേൾക്കുന്ന നിലക്ക് പുതിയാപ്പിളയും പറയണം. എങ്കിലേ നിക്കാഹ് തന്നെ സഹീഹാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നിക്കാഹ് തന്നെ സഹീഹല്ല, ഷർത്ത സഹീഹാകാൻ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഉസ്താദേ? കേൾക്കുന്നു വിചാരിക്കുന്നു. എന്റെ ചോദ്യം ഉസ്താദേ, പിന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പള്ളിയിലൊക്കെ നിസ്കരിക്കുമോ പിന്നെ ചിലപ്പോ പള്ളിയിലെ ചില പള്ളികളൊക്കെ ചെല്ലുമ്പോ അവിടെ അദ്ദാദ് നടക്കുകയായിരിക്കും. അതേസമയത്ത് നമുക്ക് തിരക്കിട്ട് നിസ്കരിച്ച് പോരേണ്ടതായി ജമാഅത്ത് കാത്തിക്കാർ പോരേണ്ടതായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഹദ്ദാദ് ഭയങ്കര ചില പള്ളികളിലൊക്കെ ബോക്സിൽ തന്നെ മൈക്കൊക്കെ വെച്ചിട്ട് അവിടുത്തെ ഇമാമ് ബോക്സിൽ കൂടെ സ്വന്തം ഉള്ള നിലയിൽ ഓതുന്നതാണ് ഹദ്ദാദും സ്വലാത്തൊക്കെ. അപ്പൊ പെട്ടെന്ന് നിർബന്ധമായിട്ട് നമുക്ക് തിരക്കുണ്ടാകുമ്പോൾ നിസ്കരിച്ച് ജമാഅത്ത് നിൽക്കാതെ നിസ്കരിച്ച് പോരേണ്ട ഒരു ഘട്ടുണ്ടാവുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഇതെല്ലാം ശല്യം ചെയ്യാറുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അപ്പോ അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ഒരാൾ സംശയം ചോദിച്ചപ്പോ അവിടുത്തെ ഉസ്താദ് പറഞ്ഞത് ഇവിടെ നിശ്ചിതമായ ടൈം ജമാഅത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ജമാഅത്തിന് വരിക, ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ജമാഅത്ത് നടക്കുന്നതാണ്. അല്ലാത്തവര് ഇപ്പം പിന്നെ നിസ്കാരം ശരിയാണ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചോളന്നില്ലല്ലോ, ജുമാനെ പള്ളി വേണമെന്നില്ലല്ലോ ജുമാ എടുത്താൻ എന്നൊക്കെയാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പൊ അതൊരു ശരിയായ മറുപടിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഏതായിരുന്നാലും ഉസ്താദ് അതിന്റെ വിവരം പറയുന്നു വിചാരിക്കുന്നു. ആയിക്കോട്ടെ. ചിലപ്പോ മൈക്കൊന്നും കിട്ടൂല, അതാണ് അതിന്റെ കണക്ക്. ഇനിയിപ്പോ അതിനൊന്ന് ഓഫാക്കി ഓണാക്കണം, എന്നാ ശരിയാവോ നോക്കാം. അതിനിപ്പോ എന്റെ സിസ്റ്റം ഓഫാക്കി ഓണാക്കി വരുമ്പോ 5 മിനിറ്റ് എന്നെങ്കിലും എടുക്കും. അത്ര താമസമാണ്. അതുകൊണ്ടാണ് ഓഫാക്കാൻ പഠിക്കുന്നത്. നിസ്കരിക്കുന്നവർക്ക് തശ്വീഷ് ഉണ്ടാക്കുന്ന നിലക്ക് ദിക്റായാലും മറ്റ് ഖുർആനോത്തായാലും വയലായാലും ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ നിസ്കരിക്കുന്നോടത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ശരിക്കും അതിന്റെ ന്യായം. കഴിയുന്നതും മറ്റുള്ളവർക്ക് ശല്യമാക്കാതെ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ ഈ പള്ളിയിലിരുന്ന് എത്താതെ ഇല്ലണതിന് എന്താ സ്പീക്കറും മൈക്കും ബോക്സും ഒക്കെ ഉപയോഗിക്കുന്നത്? അതാ മനസ്സിലാകാത്തത്. സ്പീക്കർ പുണ്യകർമ്മൊന്നും അല്ല, മനസ്സിലായില്ലേ? ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളയിടത്ത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്നാണ് നമ്മളെ ഉലമാക്കൾ പറഞ്ഞത്. പണ്ട് സദഖത്തുൽ ഉസ്താദൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പുണ്യകരമായ ഇബാദത്തിന്റെ കാര്യങ്ങളിലൊന്നും സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തിക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളയിടത്ത് ഉപയോഗിക്കൽ അനുവദനീയമാണ് എന്നാ പറഞ്ഞത്. ഹദ്ദാദ് എല്ലാനും സലാത്ത് എല്ലാനും ഒന്നും സാധാരണഗതിയിൽ സ്പീക്കർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും പള്ളി നിസ്കരിക്കുന്നവർക്കാണ് മുൻഗണന. നിസ്കാരത്തിന് ഉസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പള്ളിയിൽ നല്ലതല്ല, അനുവദനീയമല്ല. അസ്സലാമു അലൈക്കും. കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സദാ ചോദിക്കാനല്ല, ഒരു ദുആക്ക് വേണ്ടിയിട്ടാണ്.
എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവർ പ്രസവിക്കാൻ സംബന്ധമായിട്ട് മെഡിക്കൽ കോളേജിലാണുള്ളത്. ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെയാണ്. കഴിഞ്ഞതും ഓപ്പറേഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്താൽ നിർത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. അത് പ്രത്യേകം ദ്വാരക്കണം, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം വേണ്ടിയിട്ടും. അതുപോലെ തന്നെ വേറൊരു ജ്യേഷ്ഠൻ്റെ ഭാര്യ മിമിക്സിലാണുള്ളത്. അവരും പ്രസവിച്ചതായിരുന്നു. പക്ഷേ പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരീരം മൊത്തം വേദന വരികയും ഇപ്പം എന്തോ എല്ലിനുള്ളിൽ പഴുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയായി, ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് പ്രയാസത്തിലാണ്, വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഉസ്താദ് ദ്വാരക്കുക. അതുപോലെ എല്ലാ ആശയങ്ങൾക്കും വേണ്ടി ഉസ്താദ് ദ്വാരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടത്തെ അഹ്ലു ബൈത്ത് അസ്ഹാബ് റളിയല്ലാഹു തആല അൻഹും അവരുടെയും ബറക്കത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും അല്ലാഹു തആല ആ സഹോദരിയുടെ പ്രസവം എളുപ്പമാക്കി സലാമത്താക്കുമാറാകട്ടെ. രോഗിയായി വിഷമത്തിലുള്ള ആ സഹോദരിക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെയും മഹദിയായിരിക്കുന്ന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെയും കറാമത്ത് കൊണ്ട് അല്ലാഹു തആല ഓപ്പറേഷൻ ഒന്നും ഇടവരാതെ തന്നെ അത്ഭുതകരമായി നോർമലായ സുഖപ്രസവം നൽകി അല്ലാഹു തആല സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ വേദന അനുഭവിക്കുന്ന സഹോദരിക്ക് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല പൂർണ്ണമായ ശിഫ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നേരത്തെ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹത്തിന് അല്ലാഹു തആല സലാമത്ത് കൊടുക്കുമാറാകട്ടെ, ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദുആ വസിയ്യത്ത് ചെയ്തവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. ഖൈറായ ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറിന്റെയും ബറക്കത്തിന്റെയും സലാമത്തിന്റെയും ബാബ് അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാ നിസ്കാരവും ലോറിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്നാണല്ലോ നിയ്യത്ത്. കാരണം ഈ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പാവുമ്പോൾ ആ നിയ്യത്ത് തന്നെ ആണോ വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അറിയാനായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വെള്ളിയാഴ്ച ജുമുഅന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം തന്നെ അവിടെ നിയ്യത്ത് വെക്കേണ്ടത്. സാധാരണ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്താണെങ്കിൽ വെള്ളിയാഴ്ച ആവുമ്പോൾ ജുമുഅന്റെ മുമ്പുള്ള സുന്നത്ത് വേറെ മാറ്റമൊന്നുമില്ല. മുഅക്കദായ സുന്നത്ത് 2 റക്അത്തും അല്ലാത്ത 2 റക്അത്തും സാധാരണ ളുഹറിനുള്ളതുപോലെ തന്നെ ജുമുഅയുടെയും. ഇനി ചില സ്ഥലത്ത് പള്ളികളിൽ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഇമാമ് മിമ്പർമേൽ ഉണ്ടാവും. അപ്പൊ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ നിസ്കാരം സുന്നത്തുണ്ട്. പക്ഷേ ജുമുഅ കഴിഞ്ഞതിന് ശേഷം ജുമുഅന്റെ മുമ്പുള്ള സുന്നത്ത് എഴുതിയിട്ട് അവൻ നിസ്കരിക്കുക, ജുമുഅന്റെ ശേഷമുള്ള സുന്നത്ത് എഴുതിയിട്ട് അവൻ നിസ്കരിക്കുക. അങ്ങനെ അപ്പൊ അത് ളുഹറിന്റെ സുന്നത്ത് പോലെ തന്നെയാണ്. പക്ഷെ ജുമുഅന്റെ മുമ്പുള്ള സുന്നത്ത് ശേഷമുള്ള സുന്നത്ത് എന്ന നിയ്യത്തായിരിക്കണം മുമ്പുള്ളതിനും പിമ്പുള്ളതിനും കരുതേണ്ടത്. ഒരു ചോദ്യം ഇവിടെ വന്നത്, രാത്രി കിടക്കാൻ നേരം ഖുർആൻ സീലിട്ട് കിടക്കാമോ? ഉറങ്ങിക്കഴിഞ്ഞാൽ ഖുർആൻ ഓത്ത് അങ്ങനെ തുടർന്നു പോയാൽ കുഴപ്പമുണ്ടോ? ചീത്ത കിട്ടാതെ അങ്ങനെ തുടർന്നാൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. വേറെ സഹോദരന് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലി കിട്ടാൻ വേണ്ടി ഇതുവരെ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എന്താ പറഞ്ഞ റെക്കോർഡ് വെക്കുക, ഖുർആൻ റെക്കോർഡ് വെക്കുക, ഖുർആന്റെ റെക്കോർഡ് വെച്ച് കണ്ട് ഓതുക. ശരി. ഖുർആന്റെ റെക്കോർഡ് വെച്ച് ഉറങ്ങണത് മെച്ചൊന്നുമല്ല. കാരണം അതിനൊരു എഹ്തറാമ് വേണം. CD വെക്കാൻ CD ആയാലും വേണ്ടിയില്ല, കാസറ്റ് ഓഡിയോ കാസറ്റ് ആയാലും വേണ്ടിയില്ല. ഏതായാലും ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബർക്കത്ത് ഉണ്ടാവും. പക്ഷേ
ഉറങ്ങുമ്പോൾ അതിന്റെ ഹുർമത്ത് പാലിക്കാൻ കഴിയോ? അതൊരു ഭംഗിയല്ല. ചില ആളുകൾ പാട്ട് വെച്ച് കണ്ട് കിടക്കും, അതിനാട്ടിലും ഏതായാലും നല്ല തന്നെ. എന്നാൽ തന്നെയും അതിന്റെ ഹുർമത്ത് പാലിക്കാനോ ഇസ്തിമായി ചെയ്യുന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കലാണായിരിക്കും ഹൈറ്. തെറ്റാണെന്നൊന്നും പറയുന്ന ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്നാലും അത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആരും ശ്രദ്ധിക്കാനില്ലാതെ പണ്ടുണ്ട് ബാലത്തിന്റെ കാസറ്റ് ഇട്ട് കണ്ട് ഒരു പണി. അതായത് ചെറിയ പേരയിക്കാരൻ, സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും റൂമിലുണ്ട്. അപ്പൊ പുറത്തുള്ള ഒരു ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്ക ബാലത്തിന്റെ കാസറ്റ് ഇടുക. പരിപാടി എന്താന്ന് വെച്ചാൽ ഓനും ഓളും കൂടിയുള്ള ഹലാലായ പരിപാടികൾ നടത്തുകയാണ്. ബാക്കിയുള്ളവരുടെ ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വയലിടുന്നത്. അത് വയലിനെ ഒരു നിലക്ക് അവഹേളിക്കലാണ്. എന്നതുപോലെ എന്തെങ്കിലും ഒരു ഒച്ച കേട്ടെങ്കിലേ ഉറക്കം വരുള്ളൂ. എന്നാ പിന്നെ അതിന് പിൽക്കാവുഞ്ഞനെ കൊണ്ടുവന്നിട്ട് റൂമിലിടുന്നതിനാട്ടിലും നല്ലത് ഒരു കാസറ്റ് ഇട്ടാളുകാന്ന് കരുതിയിട്ട് അങ്ങനെ ആവുമ്പോ അതൊരു ഹുർമത്ത് കേട് വരും. അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആളുകളൊക്കെ കഴിഞ്ഞു തോന്നി. ഞാൻ ഇപ്പൊ ദ്വാരക്കാണ്, കാര്യമായിട്ട് തിരക്കില്ലെങ്കിൽ പിന്നെ ദ്വാരന്ന് മതിയാക്കുക. ചോദ്യം വന്നോ അല്ലെങ്കിൽ എനിക്ക് കാര്യമായിട്ട് ചോദിക്കാണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ശരിയെ. ഇല്ലെങ്കിൽ നമുക്കേ എന്താക്കാ, തൽക്കാലം നിർത്താം. ആളുകൾ ചോദിക്കാൻ ഇനി ഉണ്ടാവും. ഞാൻ ദ്വാരക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കാർ ആൾക്കാരൊക്കെ വളരെ ചോദിക്കാൻ വരിക. UAE ജമാഅത്ത് ഇപ്പൊ കഴിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. അസറിന്റെ അങ്ങനെ പ്രയാസമുണ്ട്. നമ്മളെ ചോദ്യോത്തരത്തിന് സമയത്താണ് അവിടെ UAE അസർ നിസ്കാരം വരിക. അപ്പോ അവിടെ ചോദിക്കാനുള്ളവർ വരുമ്പോത്തിന് അവിടെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോത്തിന് നമ്മൾ ഇവിടെ ഏതാണ്ട് നിർത്താനാവും ചെയ്യും. ഏതായാലും ഉള്ളവർ ഉണ്ടെങ്കിൽ കുറച്ചു നേരം കൂടിയൊക്കെ തുടരാം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് മതിയാക്കുകയും ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരു ചെറിയ സംശയം. ഈ അനഫി മദ്ഹബിനെ നമ്മൾ തുടരുമ്പോ ഒളു അനഫി മദ്ഹബിന്റെ ഒളു തന്നെ വേണമെന്നുണ്ടോ, അതോ ഷാഫി മദ്ഹബിന്റെ ഒളു മതിയോ? അസ്സലാമു അലൈക്കും. നിങ്ങൾ മൈക്ക് വിടാൻ ഞാൻ എങ്ങനെ, അല്ലെങ്കിൽ തന്നെ എന്റെ മൈക്ക് എടുക്കാന്ന് ചെറിയൊരു പ്രയാസമുള്ള ദിവസം. മൈക്ക് ചോദ്യം കഴിഞ്ഞാൽ മൈക്ക് വിടണം. മറന്നാ പിന്നെ എനിക്ക് മൈക്ക് എടുക്കാൻ കഴിയൂലല്ലോ. ഹനഫി മദ്ഹബുകാരനായ ഇമാമിനോട് ഷാഫി മദ്ഹബുകാരനായ ഒരാൾക്ക് തുടർന്ന് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് വുളൂ മാറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് തന്നെ ഹനഫി മദ്ഹബുകാരനായ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാം. പക്ഷേ ഈ ഇമാമ് ഷാഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ചെയ്തതായി നമുക്ക് ഉറപ്പായാൽ ഉടനെ ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമ്മളെ നിസ്കാരം ബാത്തിലാവും. ശരിയല്ലേ? അപ്പൊ ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിന്റെ നിയമപ്രകാരമുള്ള വുളൂഉം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബുകാരനോ മാലിക്കി മദ്ഹബുകാരനോ ഹംബലി മദ്ഹബുകാരനോ ആയ ഇമാമിനോട് തുടരാം. പക്ഷേ നമ്മളെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമ് ചെയ്തു എന്ന് ഉറപ്പായാൽ അപ്പൊ ഇമാമിനെ ഉടനെ വിട്ടുപിരിയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ നിസ്കാരം ബാത്തിലാവും. അത്രയേ ഉള്ളൂ. ഒരു ചോദ്യം ഉസ്താദേ, അത് വന്ന ചോദ്യമാണ്. എന്റെ ചോദ്യമാണ് എന്റെ തന്നെ പറയും ഉസ്താദേ. പിന്നെ ജമാഅത്ത് തുടങ്ങിയിട്ടും ഔലായിയായി പതുക്കെ പോയ ഒരു മൗമൂം ഫാത്തിഹ മുഴുവൻ ഓതാൻ തുടങ്ങിയപ്പോഴേക്കും ഇമാമു റുക്കൂയിൽ പോയി ഫാത്തിഹ മുഴുവൻ കിട്ടിയില്ല. വേറെ അർജന്റ് സുഹല് ഒന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ ഔലായിയായിട്ട് പോയത് തന്നെയാണ്. അയാൾക്ക് നിസ്കാരത്തിന് വല്ല കോട്ടവും സംഭവിക്കുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജമാഅത്തും ഇമാമിന്റെ കൂടെ റുക്കൂഅ് കിട്ടിയാല് ആ റക്അത്തും കിട്ടും. പക്ഷേ അയാൾക്ക് ഒരുപാട് മഹത്വം നഷ്ടപ്പെടും. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് തുടങ്ങി ഒരുപാട് പുണ്യങ്ങൾ നഷ്ടപ്പെടും. എന്നാലും നിസ്കാരം സഹിയാകും. ഇമാമിന്റെ കൂടെ റുക്കൂഅ് കിട്ടിയാൽ ആ റക്അത്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ അത് നല്ല വഴിയല്ല. ഇമാമിനോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ ഒരുമിച്ച് കൂടുകയും ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ താമസിയാതെ വേഗം തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടാൻ കാരണവുമാണ്. അത്
ആഖിറത്തിൽ പ്രതിഫലത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ്. പക്ഷെ ഒരാൾ അങ്ങനെ വയന്ന് പിടിച്ചങ്ങനെ ചുറ്റിപ്പറ്റി വരുന്ന ആളാണ്. ഇമാം റുക്കൂ പോകാനായ സമയത്ത് ആ തക്ബീർ കെട്ടിയേ, ഫാത്തിഹ തുടങ്ങിയ പോത്തിന് ഇമാം റുക്കൂ പോയി. എന്നാ നിയമപ്രകാരം ഫാത്തിഹ ഇമാമ് ചുമക്കും, റുക്കൂയിൽ ഇമാമിന്റെ കൂടെ കിട്ടിയ റക്അത്ത് കിട്ടുകയും ചെയ്യും. പക്ഷെ അയാൾക്ക് ഒരുപാട് പുണ്യം നഷ്ടപ്പെടും. അല്ല, മോങ്ങത്തെ ആരിഫറ്റ് വന്നോ? എന്തേപ്പത്? കീശിനി കേട്ടത് ഇന്നലെ രാത്രി ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട കുമ്മോളി ഉസ്താദ് ഒരു മോങ്ങത്തെ ആരിഫ് പറഞ്ഞിട്ട് ഒരു പിരാന്തനെ കൊണ്ടുവന്നിരുന്നു. അതേ ഒച്ച പെരുമയെ കേൾക്കണുള്ളൂ. അതിന്റെ ഇടക്ക് പച്ചപ്പൊള്ളാണ്, വല്ലാഹി പച്ചപ്പൊള്ളാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കേട്ട്, ബാക്കിയുള്ളതൊക്കെ ആ മയെ മുങ്ങി. ഇങ്ങളത് അതും കേട്ടിട്ടില്ല, ഒക്കെ ഫുള്ള് മയ മുങ്ങക്ക. ആ മയന്റെ മോങ്ങത്തെ ആരിഫാണെന്നാ തോന്നിയ എനിക്ക് ആ ഒച്ച കേട്ടപ്പോ. അല്ലാതെ ഒന്നും കേട്ടിട്ടില്ല. മയ പെയ്യണ ഒച്ച അങ്ങനെ കേൾക്കുന്നുണ്ട്. മോങ്ങത്തെ ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കോട്ടൂർ ഉസ്താദ് ഇന്നലെ പറഞ്ഞല്ലോ. കോട്ടൂർ ഉസ്താദ് പറഞ്ഞു മോങ്ങത്തെ ആരിഫുകാരൻ ആദ്യം തന്നെ പിരാന്തനാണ്. അന്ന് അരപ്പിരാന്ത, ഇനിയിപ്പം മുയിപ്പിരാന്തായി. അള്ളാഹുത്താല ഓരോരുത്തരുടെ മുഖം കെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഓരോ പിരാന്തന്മാരെ വിടുകയാണ്. അള്ളാഹുത്താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന് മറുപടി ഇല്ല. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉസ്താദ്, എനിക്കുള്ള സംശയം, ഒരാള് അസ്ര നിസ്കരിച്ച് കഴിയാൻ നേരത്താണ് ഈ സംശയം ഉണ്ടായത്. ഇപ്പൊ ഞാൻ നിസ്കരിക്കണത് നിയത്തിച്ച് ലോറെന്നാണല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിസ്കാരം മുറിച്ച് ഒഴിവാക്കിയാണ് വേറെ നിസ്കരിക്കേ? അല്ലാതെ ഞാൻ ഇമാമിന്റെ കൂടെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉസ്താദ് ശരികരിച്ചാൽ ഉപകാരമായിരുന്നു. ജസാഖുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. മൈക്ക് വിടാൻ താമസിക്കുകയാണ്. ചോദ്യം കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടണമല്ല, നിങ്ങൾക്ക് മൈക്ക് കിട്ടൂലല്ലോ. അസറിസ്കരിക്കാൻ തുടങ്ങിയ മനുഷ്യൻ അസറിസ്കരിച്ച് കഴിയാനായ സമയത്ത് സംശയമായി, ഞാൻ ളുഹ്ർ എന്നാണോ നിയ്യത്ത് വെച്ചത്. എന്നാൽ ഉടനെ താമസിയാതെ ഇല്ല ഹസർ തന്നെയാണ് നെയ്യത്ത് വെച്ചതെന്ന് ഉറപ്പ് കിട്ടിയാൽ അതോടുകൂടി ഒരു ഫർള് വിട്ടുകിടക്കാതിരിക്കുകയും സമയം തിരിക്കാതെയും പെട്ടെന്ന് അസർ എന്ന് തന്നെ നിയ്യത്ത് വെച്ചത് എന്ന് ഉറപ്പായാൽ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ആ നിസ്കാരം ബാത്തിലാവും. അപ്പൊ പിന്നെ രണ്ടാമത് നിയ്യത്ത് ചെയ്ത് തലക്കെന്ന് നിസ്കരിക്കണം. അത് ജമാഅത്തിലായാലും അത് തന്നെയാണ് വിധി, ഒറ്റക്കാണെങ്കിലും അത് തന്നെയാണ് വിധി. അതിൽ മാറ്റമൊന്നുമില്ല. അതായത് നിയ്യത്ത് സംബന്ധമായ സംശയം 3 കാര്യം നിർബന്ധമാണല്ലോ നിയ്യത്തില്. ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും ഫർള് എന്നും, പ്രധാന ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ എന്താ, അസർ നിസ്കരിച്ച് കഴിയാനായപ്പോ ഒരു സംശയം, ഞാൻ ളുഹ്ർ എന്നാണോ നെയ്യത്ത് ചെയ്തത് എന്ന്. അഥവാ അസർ എന്ന് നെയ്യത്ത് ചെയ്യേണ്ട സ്ഥാനത്ത് ളുഹ്ർ എന്നാണോ നെയ്യത്ത് ചെയ്തത് എന്ന് സംശയം വന്നു. എന്നാൽ ആ സംശയത്തോടുകൂടി ഫാത്തിഹ ഓതാൻ പാടില്ല, അവിടെ നിൽക്കുക. പെട്ടെന്ന് ഓർമ്മ വന്നു, ഇല്ല എന്താണ് ഞാൻ അസർ തന്നെയാണ് നിയ്യത്ത് ചെയ്തതെന്ന് ഓർമ്മ വന്നാൽ ബാക്കി തുടർന്ന് ഓതി ഇമാമിന്റെ കൂടെ പോയാൽ മതി. അല്ലെങ്കിൽ ഒറ്റക്കാണ് മുന്നോട്ട് പോയാൽ മതി. ഓർമ്മ വരുന്നില്ല, അതല്ലെങ്കിൽ ളുഹ്ർ എന്നാണ് കരുതിയത് എന്ന് ഉറപ്പായി, എന്നാൽ ഇവിടെ നിസ്കാരം ബാത്തിലായി. അപ്പൊ രണ്ടാമത് ശരിക്കും നിയ്യത്ത് ചെയ്ത് മടക്കി നിസ്കരിക്കേണ്ടതാണ്. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ, ജമാഅത്താണെങ്കിലും അങ്ങനെ തന്നെ. ഉസ്താദെ, കുറെ ദിവസമായി വിഷയ സംബന്ധമല്ലാത്തോണ്ട് ഇങ്ങനെ
പൊന്തി നിൽക്കാൻ ആളില്ലാത്തോണ്ട് വന്നതാ മൈക്കില്. പിന്നെ ഈ വിദേശത്തു നിന്നുള്ള മയ്യത്ത് പെട്ട നാട്ടെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് മസല പറഞ്ഞിരുന്നു. അവിടെ മൗത്തുൽ ഉർബത്തി മൗത്തു ഷുഹദ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് വിശദീകരിച്ച് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്റെ സംശയം, നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ ജോലിക്ക് പോയി ഏതെങ്കിലും വീടിന്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ ഒരു 2, 3, 4 കിലോമീറ്റർ ദൂരത്ത് കാട്ടിലോ അല്ലെങ്കിൽ എവിടെയും ഭാഗത്തോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലോ വീണ് നെഞ്ഞുവേനായിട്ട് ആർട്ടക്കാറ്റ് പെട്ടെന്ന് മരണപ്പെടുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ബന്ധപ്പെട്ടവരെ അറിയുന്നത്. ആരുമില്ല, ഹൽവത്ത് അങ്ങനെ ഒരു ഭാഗമാക്കാർ അങ്ങനെ മരണപ്പെടുന്നത്. അപ്പൊ അവര് അങ്ങനെയുള്ള ആളുകൾ ഈ രൂപത്തിലുള്ള പ്രതിഫലം കിട്ടുന്ന ആളുകളിൽ പെടും. അതല്ല കുറെ 2 മർഹല എത്ര ദൂരത്തൊക്കെ വേണോ എനിക്കൊരു സംശയം കുറെ ദിവസമായി മൈക്ക് വിട്ടു. മൗത്തുൽ ഉർബത്തു മൗത്തു ഷഹാദ എന്ന് പറയാൻ അവിടെ പറഞ്ഞ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞ ന്യായം, ഒരാള് തന്റെ അഹ്ല് ഇയാല് ജീറാനിന്റെ ഇടയിൽ വെച്ച് മരണപ്പെട്ടാൽ ആ മരണശയ്യക്കടുത്ത് അവനെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും അവനോട് അനുകമ്പ കാണിക്കാനും ഒക്കെ ബന്ധപ്പെട്ട കുടുംബങ്ങളും ബന്ധുക്കളും അയൽവാസികളും സ്നേഹജനങ്ങളും ഒക്കെ ഉണ്ടാകും. അതില്ലാതെ ഒറ്റപ്പെട്ട സ്ഥലത്താകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിഗണനയും കിട്ടൂല. പരിചരിക്കാൻ ആളില്ല, അതുപോലെ തന്നെ തന്നോട് അനുകമ്പയും സ്നേഹവും ദയയും കാണിക്കാൻ ആളില്ല, പരിചരിക്കാൻ ആളില്ല. ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട അവസ്ഥ വരുന്നത് കൊണ്ടാണ് അവിടെ മലായിക്കത്തിന്റെ പ്രത്യേക സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടാകും എന്ന് മഹാന്മാര് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ന്യായപ്രകാരം ഇവിടെയും അതേ രീതി ആവേണ്ടതാണ്, അല്ലാതെ മർഹല ദൂരം എന്നതിനർത്ഥം വരേണ്ടതില്ല. മനസ്സിലായില്ലേ? കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടല്ല. കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞത്, ഇങ്ങനെ ഉർബത്തിന്റെ മൗത്ത് എവിടെ വെച്ചാണോ മരിച്ചത് അവിടെ കബറടക്കിയാൽ അവിടുന്ന് അവന്റെ നാട്ടിലെ സ്ഥലം വരെ ഖബർ വിശാലമാക്കപ്പെടും എന്ന്. സാധാരണ സ്വാലിഹീങ്ങളായ മഹാന്മാര് കണ്ണെത്തുന്ന ദൂരം വരെ വിശാലമാക്കപ്പെടും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ മരണപ്പെട്ട് കുടുംബങ്ങളും ബന്ധുക്കളും ഇല്ലാത്ത ആ പ്രദേശത്ത് മറമാടപ്പെട്ടാൽ അവിടം മുതൽ തന്റെ നാട് വരെയുള്ള അത്രയും വിശാലത ഖബറിൽ ലഭിക്കും. മലായിക്കത്തിന്റെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കും എന്നതാണ് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത്. കൊണ്ടുപോയാൽ അതൊക്കെ പോയില്ലേ, ആ ഖബർ പണ്ടത്തേക്ക് തന്നെ ആ മുക്കാലടിയുള്ള ഖബറായി തീരും. അതിന് പ്രത്യേകിച്ച് വിശാലതയൊന്നും കിട്ടാനില്ല. അതുപോലെ തന്നെ മലായിക്കത്തിന്റെ കാരുണ്യത്തോടു കൂടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഉള്ളത് അത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പ്രത്യേകം എതിറില്ലാത്ത സാഹചര്യത്തിൽ ഒരു രാജ്യത്ത് മരണപ്പെട്ട മയ്യത്ത് നക്കൽ ചെയ്യൽ ഹറാമാണ് എന്ന് പറയാൻ കാരണം. കേടുവരിക എന്നത് മാത്രമല്ല, മയ്യത്ത് കേടുവരാൻ ഇടവരും എന്ന് പറയുന്ന ഒരു കാരണം തന്നെയാണ്. അതിന്റെ പുറമെ ഇങ്ങനെ ഖബറിടത്തിൽ പരലോകത്ത് അവന് ലഭിക്കുന്ന മഹത്വങ്ങൾ നഷ്ടപ്പെടാൻ ഇടവരും. അപ്പൊ അത് രണ്ടും രണ്ടാ. മനസ്സിലായില്ലേ? നക്കല് പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം വേറെ തന്നെ ഉണ്ട്. മൗത്തുൽ ഖുർബ മൗത്തു ഷഹാദ എന്ന് പറയാൻ കാരണം വേറെ ഉണ്ട്. അത് പറഞ്ഞേക്ക് നാട്ടിന്റെ തന്നെ തൊട്ടു പരിസരത്ത് എവിടെയെങ്കിലും ജോലിക്കോ മറ്റോ പോയോടത്ത് ആളും ബന്ധുക്കളോ അയൽവാസികളോ കുടുംബങ്ങളോ സ്നേഹജനങ്ങളോ ഒന്നും ഇല്ലാത്തോടത്ത് ഒറ്റപ്പെട്ട് മരിക്കേണ്ട സാഹചര്യം വന്നാലും ആ പറയുന്ന പ്രത്യേകത കിട്ടാം. പക്ഷേ നക്കലിന്റെ കാരണം വേറെയാണ്. ആ നക്കല് മലായിക്കത്തിന്റെ ദുആ കിട്ടാനും നക്കൽ ചെയ്യാതിരിക്കൽ പ്രത്യേക ദുആ കിട്ടാനും അതുപോലെ തന്നെ ഖബർ വിശാലമാകാനും ഇടവരും. അത് നഷ്ടപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് നക്കൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും രണ്ട് കാര്യമാണ് എന്ന് അർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, നമ്മളെ ക്ലാസ്സിൽ മുമ്പ് വുളുവിന്റെ സുന്നത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഒന്നാമത്തെ റക്അത്തില് വലവന്നും ഇവലമും അംഫുസഹും ജാവൂക എന്നുള്ള സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ വമയ്യഅമൽ സുഅൻ ഔ യളിം നഫ്സുഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ എന്ന സൂറത്ത് ഓതാൻ പറഞ്ഞിരുന്നു. ഇത് രണ്ടും ആശയത്തിൽ ഒന്ന് തന്നെയല്ലേ? ഈ രണ്ട് സൂറത്തുകളും സൂറത്ത് നിസായിൽ തന്നെ ഉള്ളതാണ്, ആശയത്തിൽ ഒന്നാണ്. പക്ഷേ ഈ രണ്ട് ആയത്തുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഏകദേശം എന്താണുള്ള ഒരു പ്രത്യേകത എന്നുള്ളതൊന്ന്
പിന്നെ വിശദീകരിച്ച് ഉസ്താദിനൊന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒഴിവുള്ളപ്പം ചോദിക്കാന്ന് വെച്ചതാണ്. പിന്നെ നമ്മുടെ അബൂറഫ നമ്മുടെ ഉസ്താദിന്റെ ക്ലാസ്സുകളും ഇവിടുത്തെ റൂമിലെ ക്ലാസ്സുകളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് കൊടുക്കുന്ന അബൂറഫയുടെ ലീവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി പ്രത്യേക ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടി ഞാൻ ഉസ്താദിനെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ ഖൈറായ മുറാദുകൾ അല്ലാഹു തആല എളുപ്പത്തിൽ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അതിന് ഏത് തരത്തിലുള്ള എന്ത് തടസ്സമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തടസ്സങ്ങളൊക്കെ നീക്കി ഖൈറ് കൊണ്ട് ഫത്ഹ് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഹലാലായ ഖൈറായ മുറാദുകൾ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ചില ഇമാമിയങ്ങള് അങ്ങനെ ആ ആയത്ത് തൗബയുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെയുമല്ല, ഈ വുളൂ ചെയ്ത ഉടനെയുള്ള 2 റക്അത്തിന് വലിയ ഫളീലത്ത് പറയുകയും മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽപെരുമാറ്റം സ്വർഗത്തിൽ കേട്ടു എന്നും അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അതാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്നതുകൊണ്ട് ആ സംഗതിയുമായി ചെറിയൊരു മുനാസബത്തുള്ളത് കൊണ്ടായിരിക്കാം മഹാന്മാരായ ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അതിന്റെ പിന്നിൽ പ്രത്യേക കാരണങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ മഹാന്മാരായ ഫുഖഹാ ഈ 2 ആയത്ത്, രണ്ടും സൂറത്തുൻ നിസായിലുള്ളതാണ്, രണ്ടും ഈ തൗബയുമായി ബന്ധപ്പെട്ടതുമാണ്. ആ ആയത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പറഞ്ഞു എന്നതല്ലാതെ അതിന്റെ പ്രത്യേക ബന്ധം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല, ഞാൻ എന്റെ കാഴ്ചയിൽ പെട്ടിട്ടുമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു 3 ചോദ്യം PM-ൽ വന്നിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. മുദ്ദിന്റെ അരി കൊടുക്കേണ്ട വിധം എങ്ങനെയാണ്? അത് പ്രത്യേകം അവരോട് പറഞ്ഞു കൊടുക്കണോ? ഇത് മുദ്ദിന്റെ അരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? അത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ഉസ്താദ് ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും. ഫിദിയയുടെ അരിയാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, നല്ലതാണ്. കാരണം എന്താന്ന് വെച്ചാൽ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കീന്മാരിൽപ്പെട്ടവർക്ക് കൊടുക്കണം എന്നതാണ് അതിന്റെ നിർബന്ധം. അപ്പൊ അത് പറഞ്ഞ ഇയാൾക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ അത് എനിക്ക് വാങ്ങാൻ പറ്റൂല, ഞാൻ ഫക്കീറും അല്ല മിസ്കീനും അല്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ആർക്കും കൊടുത്താളി എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പൊ അത് വ്യക്തമാക്കുന്നത് നല്ലതാണെന്നല്ല, നിർബന്ധമില്ല. ഇങ്ങനെ മുദ്ദായിട്ട് കൊടുക്കൽ വുജൂബായ ഫിദിയാണ് എന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമുണ്ട്, സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാരിൽപ്പെട്ടവർക്കേ അത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ വ്യക്തി അതാണോ എന്നുള്ള ധാരണയിലാണ് നമ്മൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അയാൾ അതല്ലെങ്കിൽ ഞാൻ അതിന് അർഹനല്ല എന്ന് പറഞ്ഞോളൂല്ലോ. ആ നിലക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് ഇയാള് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീറോ മിസ്കീനോ ആണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ കാഫിറിന് കൊടുക്കാൻ പറ്റൂലെന്ന്. സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാരായ മോമിനീങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. അവർക്ക് തന്നെയാണ് ഇത്തരം ഫിദിയകളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒന്നും അമുസ്ലിങ്ങൾക്ക് കൊടുത്താൽ വീടുന്നതല്ല. മറ്റൊരു ചോദ്യം വന്നു ഉസ്താദെ. ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെ ജമാഅത്തിന് പോകാതെ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വെച്ച് എല്ലാവരും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ചെയ്യാമോ? അതല്ല പള്ളിയിലെ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിലോട്ട് പോകുന്നതാണോ ഉത്തമം എന്നതാണ് ഉസ്താദെ ഒരു ചോദ്യം. ഒരു ചോദ്യം കൂടെ വന്നതുണ്ട് ഉസ്താദെ, സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൈക്ക് എടുക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ വ്യക്തിപരമായ ഫർദ് ഐനായ ഇൽമാണ് അത് തന്നെ ഇപ്പോൾ പഠിക്കൽ നിർബന്ധമായ കാര്യവുമാണെങ്കിൽ
ഇൽമിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അല്ലാത്ത സാധാരണ ഇൽമുമായി ബന്ധപ്പെട്ട സുന്നത്തായതോ ഫർദ് കിഫായിയായോ ഇൽമുകളാണെങ്കിൽ അവിടെ പുരുഷന്മാർക്ക് പള്ളിയിലുള്ള ജമാഅത്താണ് മുൻഗണന കൊടുക്കേണ്ടത്. ആ ജമാഅത്തിന്റെ സമയത്ത് നിർത്തിവെച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചു വന്ന് ബാക്കി തുടരേണ്ടതാണ്. സ്ത്രീകൾക്ക് പിന്നെ പള്ളിയിലെ ജമാഅത്തിന് ഫളീലത്തില്ലാത്തതുകൊണ്ട് അവർക്ക് ഈ നിയമം ബാധകമല്ല. എന്നാൽ ഇപ്പോൾ അറിഞ്ഞൽ നിർബന്ധമായ താനുമായി ബന്ധപ്പെട്ട ഒരു ഫർദ് ഐനായ ഇൽമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് പഠിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലും മതി. സാധാരണഗതിയിലൊക്കെ നമ്മൾ ഫർദ് കിഫായിയായ പൊതുവായ ഇൽമുകളാ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെക്കാട്ടിലും ഈ ജമാഅത്താണ്, ഫർദ് നിസ്കാരത്തിന്റെ പള്ളിയിൽ വെച്ചുള്ള ജമാഅത്താണ് പുരുഷന്മാർ മുൻഗണന കൊടുക്കേണ്ടത്. ഒരു ചോദ്യം കൂടെ വന്നതാണ് ഉസ്താദ്, ആ കൂട്ടത്തിൽ തന്നെയുള്ളതാണ്. ഫർള് നിസ്കാരം ഖളാ ഉള്ള ആളുകള് ആവശ്യപൂർത്തീകരണത്തിനും മറ്റും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കാൻ പറ്റുമോ എന്നത് ആണ് ഉസ്താദ് ചോദ്യം. കൂട്ടത്തില് എനിക്കൊരു ദുആവസ്യത്തും കൂടെ ഉണ്ട്. ഒരു കുറച്ച് 2 ആഴ്ചയായിട്ട് വലിയ വിഷമത്തിലാണ്, ജോലി സ്ഥലത്തും മറ്റൊക്കെ ആയിട്ട് ഉറങ്ങാനും മറ്റുപോലും സമയമില്ലാത്ത ഒരു ഇതാണ്. ഒരു ദിവസം 1 മണിക്കൂർ തന്നെ ഉറങ്ങാൻ പോലും കിട്ടാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അതും കൂടെ ഉസ്താദ് കൂട്ടി ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കും ഉസ്താദ്. ഫർദ് നിസ്കാരം ഖളാ ഉള്ള ഒരാൾക്ക് 2 റക്അത്ത് സുന്നത്ത്, അതായത് സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കാൻ പറ്റുമോ എന്നതാണ് ഉസ്താദ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫർദ് നിസ്കാരം ഖളാ ഉള്ള ആൾക്ക് സുന്നത്ത് നിസ്കാരം അല്ല, ആ ഫർദ് ഖളാ വീട്ടൽ വുജൂബാണെന്നും അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുമാണല്ലോ നിയമം. അപ്പൊ അത് സുന്നത്തല്ലല്ലോ. സുന്നത്തുണ്ടെങ്കിലേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഫർദ് ഖളാ വീട്ടിയതിന് ശേഷം വീട്ടാന് എന്നുള്ളവർക്ക് നേർച്ചയാക്കണോണ്ട് കേടില്ല, അതല്ലാതെ പറ്റൂല. സുന്നത്തുള്ള ഇബാദത്താണ് നേർച്ചയാക്കിക്കൊണ്ട് ഫർദാകുന്നത്. അതിന് സുന്നത്ത് നിസ്കാരം സുന്നത്തായാലും ഫർദിന്റെ കടമ വീടിയതിന് ശേഷമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അസ്ഹാബ് അഹ്ലു ബൈത്തിന്റെയും അഖീദ ബറക്കത്ത് കൊണ്ട് ജോലി സ്ഥലത്തും മറ്റുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി റാഹത്തും സലാമത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാകട്ടെ. ഖൈറായ സഹിലായ ഫത്ഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മതിയാക്കാണ്. ആരാണ്? ഏതോ ഒരാള് ഉണ്ട്, ഒരു 2014 അല്ല 41 ഉള്ള ആള്. ഏതായാലും ആട്ടെ, പെട്ടെന്ന് തൊളി ഞാൻ മതിയാക്കാണ്. ബാങ്കിന് സമയമുണ്ട്.